വയലറ്റ് പൈഡാണ്. അതിൽ ഡബിൾ ഫാക്ടറും ഉണ്ട്, സിംഗിൾ ഫാക്ടറും ഉണ്ട്. ഇത് വന്നിട്ട് ഡബിൾ ഫാക്ടർ ബേർഡാണ്. ഡബിൾ ഫാക്ടറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ആയിരിക്കും. അതായത് ഈ വയലറ്റ് കളറ് നല്ല രീതിയിൽ ഡാർക്ക് ആയിരിക്കും. ഇതിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ ലൈറ്റ് കളറാണ്. രണ്ടും പൈഡാണ്, പക്ഷേ ഇത് ഡബിൾ ഫാക്ടറും ഇത് സിംഗിൾ ഫാക്ടറും. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം മനോഹരമായ കുറച്ച് ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെയാണ് നിങ്ങളുടെ മുൻപിലേക്കായിട്ട് ഈ ആഴ്ചയിലെ വീഡിയോയിലൂടെ നൽകുന്നത്. ഇത് എടുത്തു പറയേണ്ടതുണ്ട്. നമ്മളിന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് രാജേഷേട്ടൻ്റെ ഫാമിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോഴേ, നമ്മൾ ഓർഗാനിക് കേരളത്തിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന പക്ഷികളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. അത്രയും മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു സെലക്ഷൻ രാജേഷേട്ടൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ പക്ഷികളെ വളർത്തുന്നതിലും നിന്നും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിശേഷങ്ങളും അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു വിപണനം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവുക. നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. രാജേഷേട്ടാ, നമ്മളിപ്പോൾ എത്ര കാലമായി നമ്മളിവിടെ ഈ ഇങ്ങനൊരു പരിപാടി തുടങ്ങിയിട്ട്? ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടൊരു 4 വർഷത്തോളമായി. 4 വർഷമായി. ഓക്കെ. ഇത് തന്നെയാണോ നമ്മുടെ പ്രധാന പരിപാടി? എന്താണ്? ആക്ച്വലി ഞാൻ വർക്ക് ചെയ്തിരുന്നത് കുവൈറ്റിലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് 1 വർഷത്തോളമായി. കൊറോണയുടെ ഇഷ്യൂസ് കാരണം നമ്മുടെ ജോബൊക്കെ ലോസ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ്. അങ്ങനെയാണ് നാട്ടിലേക്ക് വന്നത്. ആക്ച്വലി നാട്ടിൽ വന്നതിന് ശേഷം തിരിച്ചു പോകാൻ പറ്റിയില്ല. അതാണ്. അപ്പോൾ ഞാൻ ചെയ്യട്ടെ, 4 വർഷമായിട്ട് ഈ പരിപാടി ഇവിടെ നടത്തുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഇത്രയും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഈ കുവൈറ്റിലായിരിക്കുമ്പോഴേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നത് വൈഫാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഫുൾ സപ്പോർട്ട്. വീട്ടുകാരാണ് വൈഫും, പിന്നെ വീട്ടുകാരെല്ലാവരും ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിത് ഈ രീതിയിൽ എത്താൻ പറ്റിയത്. പിന്നെ ഞാൻ 2 മാസം കൂടുമ്പോഴും നാട്ടിൽ വന്നിരുന്നു. അത് കാരണം പിന്നെ അതിൻ്റെ സെയിൽ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അല്ലേ? നമ്മളിവിടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് മാത്രമാണോ? എന്തൊക്കെയാണ് ഇവിടുത്തെ? ഞാൻ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് മാത്രമാണ് ചെയ്യുന്നത്. അതിൽ 4 വെറൈറ്റിയാണ് ഞാനിപ്പോൾ കൂടുതലും ചെയ്യുന്നത്. 4 വെറൈറ്റി. ഏതൊക്കെയാണ് ആ വെറൈറ്റി? പീച്ച് ഫേസ്, ഫിഷർ, മാസ്ക്, നയാസോ. അങ്ങനെ 4 വെറൈറ്റിയാണ് കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ. അതിലിടയ്ക്ക് നമ്മളൊരു കാലം വിട്ടുപോയി. എന്താണ് ഫാമിൻ്റെ പേരെന്താണ്? ഫാമിൻ്റെ പേര് ഗോൾഡൻ ഫെദർ aviary എന്നാണ് ഫാമിൻ്റെ പേര്. ഗോൾഡൻ ഫെദർ aviary. ഓക്കെ. ഈ ഗോൾഡൻ ഫെദർ aviaryക്ക് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിലേക്ക്, അതായത് നമ്മൾ 2 തട്ടുകളിലായിട്ടാണ് നമ്മുടെ പക്ഷികളെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇങ്ങനെ ചെയ്തിട്ട് എത്ര കാലമായി? ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മാസമേ ആയിട്ടുള്ളൂ. ഇത് ചെയ്തിട്ട് 2 നിലകളായിട്ട്. മുന്നേ ഒരു ഫ്ലോർ മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2 നിലയാക്കി ചെയ്തു. അങ്ങനെയല്ലേ? നമ്മൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക എന്താ വെച്ചാൽ ഇതിൽ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷികളെല്ലാം ഭയങ്കര എനർജറ്റിക് ആയി നിൽക്കുന്നു. അത് ലൈറ്റ് മസ്റ്റായിട്ട്, അതായത് സൺലൈറ്റ് നമുക്ക് എന്തായാലും ബേർഡ്സിന് മസ്റ്റായിട്ടും വേണം. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ആലോചിച്ചപ്പോൾ തോന്നി 4 വശവും കവർ ചെയ്യാതെ തന്നെ ഇതുപോലെ മെഷ് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മഴ വരുന്ന സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ നമ്മൾ സ്പ്രിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ മഴയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? നമ്മൾ ഇപ്പോൾ ഈ കുവൈറ്റിൽ നിന്ന് വന്നിട്ടേ ഒരു ഗ്യാപ്പ് ഇപ്പോൾ 1 വർഷമായല്ലോ. അപ്പോൾ നമുക്ക് ഈ പക്ഷികളെ മാത്രം കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ തീർച്ചയായും പറ്റുമല്ലേ? പറ്റും. ശരിക്കും അത്രയും നല്ലൊരു മാർക്കറ്റ് നമ്മുടെ അത് ഡിപ്പെൻഡ് നമ്മുടെ കയ്യിലുള്ള പക്ഷികളുടെ ഇതനുസരിച്ചിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏറ്റവും കുറഞ്ഞ വെറൈറ്റി തൊട്ട് കൂടിയ വെറൈറ്റികളുള്ള ഒട്ടുമിക്ക ബ്രീഡുകളും ചെയ്യുന്നുണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. വേറെ പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണ്ടേ? നല്ല രീതിയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, അതായത് ഈ പക്ഷികളെ കൊണ്ട് മാത്രം മുൻപോട്ട് പോകണമെങ്കിൽ പക്ഷികൾ അത്രയും ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ക്വാളിറ്റിയുള്ള അത്രയും നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. നമുക്ക് രാജേഷിന്റെ പക്ഷികളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആദ്യം നോക്കാം. അതിനുശേഷം അവരുടെ പരിചരണവും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ. കൺസ്ട്രക്ഷനൊക്കെ നിങ്ങളുടെ ഐഡിയ തന്നെയാണോ? അതെ. കൺസ്ട്രക്ഷനൊക്കെ എൻ്റെ ഐഡിയ തന്നെയാണ്. അതെ. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് രാജേഷേട്ടാ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏതാ കാണിക്കാൻ പോകുന്നത്? ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒപ്ലൈനാണ്. ഫിഷറിലുള്ള ഒപ്ലൈൻ. ലുട്ടിനോ ഫിഷർ ഒപ്ലൈനും ഗ്രീൻ ഫിഷർ ഒപ്ലൈനും. ഓക്കെ.
ഇതിപ്പോ അത്യാവശ്യം വിലയുള്ള ബേർഡ്സ് തന്നെയാണ്. അതെ, ഇത് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല വിലയുള്ള ബേർഡ്സുകളാണ്. പക്ഷേ വില കൂടിയ ബേർഡ്സുകൾ ഒരിക്കലും അത് ഫിക്സഡ് റേറ്റ് അല്ല. അത് ആൾക്കാരുടെ ഇത് കൂടുന്നതിനനുസരിച്ച് വിലകളിൽ ചെറിയ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. ഇനി ഏതാണ് നമ്മൾ കാണിക്കുന്നത്? ഇത് നേരത്തെ കണ്ടത് ഗ്രീൻ ഒപ്ലൈൻ ആണ്. അത് ഡാർക്ക് ഗ്രീൻ ആണ്. ഇത് അതിൻ്റെ ലൈറ്റ് ഗ്രീൻ. ഇതിനെ പാസ്റ്റൽ ഒപ്ലൈൻ എന്നാണ് പറയാം. പാസ്റ്റൽ ഒപ്ലൈൻ അല്ലേ? പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് നല്ല സൈസുള്ള ബേർഡാണ്. പിന്നെ ടൈലില് കളർ വന്നു. ടൈലില് കളർ ഉണ്ട്, മറ്റേനേക്കാളും കൂടുതൽ കളർ ഉണ്ട്. ഇത് പാർ ബ്ലൂ യൂവിങ് ഒപ്ലൈൻ ആണ്. യൂവിങ് ഉദ്ദേശിക്കുന്ന ഇതിൻ്റെ ഈ ഭാഗത്ത് വരുന്ന മാർക്കിങ്ങിനാണ് നമ്മൾ യൂവിങ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു യു ഷേപ്പിൽ വരുന്ന മാർക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ യൂവിങ് എന്ന് ഉദ്ദേശിക്കുന്നു. ഒപ്ലൈൻ എന്ന് പറയുന്നതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ തന്നെ ഈ റമ്പിലും വരും. ഇതിനാണ് ഒപ്ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരു പർപ്പിൾ കളറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഒപ്ലൈൻ അല്ല, അത് നോർമൽ ഫിഷർ ആയിരിക്കും. ഇവിടെ പർപ്പിൾ കളർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡ് വയലറ്റ് കളറൊക്കെ വരുമ്പോൾ അത് ഒപ്ലൈൻ ആയിരിക്കില്ല. ഒപ്ലൈൻ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വരുന്ന ഇതേ കളർ തന്നെ ഇവിടെയും വരെ വരുമ്പോൾ ഈ റമ്പിലും വരണം. അതിനാണ് ഒപ്ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഓറഞ്ച് റെഡ് കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണത്. ഇത് ഈ പാർ ബ്ലൂ ബേർഡ്സിൻ്റെ ഒക്കെ തിരിച്ചറിയാനുള്ള മാർക്കിങ് തന്നെയാണ്. ഇത് ഗ്രീൻ യൂവിങ് ഒപ്ലൈൻ എന്ന് പറയും. യൂവിങ് ഒപ്ലൈൻ നേരത്തെ പറഞ്ഞ പോലെ. ഇതിന്റെ പ്രത്യേകത ഇത് തന്നെ. ഈ ഇവിടുത്തെ ഇതേ കളർ തന്നെയായിരിക്കും ഇതിന്റെ ഈ റമ്പിൽ വരുന്നത്. പിന്നെ ഹെഡിലത്തെ കളർ ഇവിടെ ടൈലിലുണ്ടാവും. ഒപ്ലൈൻ ഇതിന്റെ ഹെഡ് വന്നിട്ട് ഫുള്ള് റെഡും ഓറഞ്ചും മിക്സ് ആയിട്ടുള്ള കളറാണ്. ഇതും നല്ല രീതിയിൽ ഓർഡറുള്ള ബേർഡാണ്. പിന്നെ ഇതിൻ്റെ സൈസ് നല്ല സൈസ് ഉള്ള ബേർഡാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബേർഡായിട്ട് നമ്മൾ സൈസ് കുറഞ്ഞ ബേർഡ് ഇതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇത്ര നല്ല സൈസുള്ള ബേർഡ് വിലയിൽ വ്യത്യാസം ഉണ്ടാവും. സൈസ് കൂടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ സൈസും മാർക്കിങ്ങും ആണ്. ഇത് വന്നിട്ട് ഒപ്ലൈൻ തന്നെയാണ്. കൊബാൾട്ടിൽ യൂവിങ് ഒപ്ലൈൻ ആണ്. കൊബാൾട്ട് യൂവിങ് ഒപ്ലൈൻ. കൊബാൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കളറിനെയാണ് നമ്മൾ കൊബാൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. യൂവിങ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ യൂവിങ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഹെഡ് വൈറ്റ്, പിന്നെ ഈ റമ്പിൽ ഇതേ കളർ തന്നെയായിരിക്കും, വൈറ്റും ഈ കൊബാൾട്ട് കളറും ഇതായിട്ട്. ഇതിന് ഒപ്ലൈൻ ആണ്, യൂവിങ് ഒപ്ലൈൻ ആണ്. ഇത് വയലറ്റ് ഒപ്ലൈൻ ആണ്. പാർ ബ്ലൂല് വയലറ്റ് ഒപ്ലൈൻ. അത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ബേർഡ് തന്നെയാണ്. തുടക്കക്കാരല്ല, അത്യാവശ്യം ബ്രീഡർമാർ തന്നെ നമ്മുടെ അടുത്ത് ബുക്കിംഗ് ഉള്ള ബേർഡാണ്. ഇത് ബ്രീഡിംഗ് പെയർ ആണ്. ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് പേൾ ഫാലോ എന്ന് പറയും. പേൾ ഫാലോ ഇത് പേൾ ഫാലോ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ അതിനെ റൂബി റെഡ് കളർ എന്നാണ് പറയാം. കണ്ട ഒരു നോർമൽ ബേർഡ് പോലെ ഇരിക്കും, പക്ഷെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബേർഡാണ്. ഇത് ഫിഷർ വെറൈറ്റി തന്നെയാണ്. വയലറ്റ് പൈഡാണ്. അതിൽ ഡബിൾ ഫാക്ടറും ഉണ്ട്, സിംഗിൾ ഫാക്ടറും ഉണ്ട്. ഇത് വന്നിട്ട് ഡബിൾ ഫാക്ടർ ബേർഡാണ്. ഡബിൾ ഫാക്ടറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ആയിരിക്കും. അതായത് ഈ വയലറ്റ് കളർ നല്ല രീതിയിൽ ഡാർക്ക് ആയിരിക്കും. ഇതിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ ലൈറ്റ് കളറാണ്. രണ്ടും പൈഡാണ്, പക്ഷേ ഇത് ഡബിൾ ഫാക്ടറും ഇത് സിംഗിൾ ഫാക്ടറും. ഇതിൻ്റെ ഇതാണല്ലേ, ഇത് സിംഗിൾ ഫാക്ടർ, ഇത് വന്നിട്ട് ഡബിൾ ഫാക്ടർ. വ്യത്യാസം ഇത് ഡാർക്കാണ്, ഇത് കുറച്ച് ലൈറ്റാണ്. വിലയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. വിലയിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഡാർക്കിനാണ് കുറച്ചുകൂടി റേറ്റ് കൂടുതൽ SF-നേക്കാളും സിംഗിൾ ഫാക്ടറിനേക്കാളും. ഇത് അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള ഇത് നല്ല മൂവ്മെന്റ് ഉള്ള ബേർഡാണ്. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ബേർഡാണ്. പൈഡുകളെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്ന ബേർഡ് കൂടിയാണ്. നേരത്തെ നമ്മൾ കണ്ടത് വയലറ്റ് പൈഡാണ്. ഇത് പാർ ബ്ലൂവിലുള്ള പൈഡ്, പാർ ബ്ലൂ പൈഡ്. ഇതൊക്കെ എത്ര മാസമായിട്ടുള്ളത്? ഇത് 3 മാസം പ്രായം. 3 മാസം പ്രായം അല്ലേ?
ഇതിനും നമ്മൾ റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റിങ് ഇവിടെ ഉള്ള എല്ലാ ചിക്സിനും നമ്മളിപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്. ക്ലോസ്ഡ് റിങ് ആണ്. ഇത് 2 തരത്തിലും ചെയ്യാം. ഇത് ക്ലോസ്ഡ് റിങ് ആണ്. ഇതിൻ്റെ തന്നെ കട്ട് റിങ് ഉണ്ട്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഊരാം, അഴിച്ചു മാറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ ബേർഡിൻ്റെ ഊരിയെടുക്കാനോ അല്ലെങ്കിൽ ഇനി വേറെ റിങ് ഇടാനോ ഒന്നും പറ്റില്ല. അതെന്താ വെച്ചാൽ ഇത് നമ്മുടെ ബ്രൂഡ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ്. അതെ, ഇതല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഇത് ബ്ലൂ ഫിഷർ എന്ന് പറയും. നമ്മൾ ഇത് പാർ ബ്ലൂ എന്ന് ഇറങ്ങിയിട്ടുള്ള ബേർഡാണ്. ഇത് ചിക്സ് ആണ്. 3 മാസം തന്നെ പ്രായമുള്ളത്. പാർ ബ്ലൂ നമുക്ക് 3-4 തരം കളറുകൾ കിട്ടും. ഇതിൽ ഇപ്പോൾ ഇത് പാർ ബ്ലൂ എന്ന് ഇറങ്ങുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബേർഡ്സ് ആയിരിക്കും. ഇതിൻ്റെ മാർക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയും ഭാഗം ഈ ഹെയർ ബാൻഡ് വെച്ച പോലെ ഇത്രയും ഭാഗം വൈറ്റ് കളറായിരിക്കും. നല്ല പേപ്പർ വൈറ്റ് ആയിരിക്കും. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡേർട്ടി കളർ വരും. ഇതിനാണ് നമ്മൾ ഫിഷറിന് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഭാഗം വൈറ്റ് കളറും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഡേർട്ടി കളർ വരുമ്പോൾ നമുക്കതിനെ ഫിഷറിൻ്റെ മാർക്കിങ്ങിൽ പെടുത്താം. അതുപോലെ തന്നെ ഈ കണ്ണിന് താഴെയുള്ള ഈ വശത്ത് ബ്ലാക്ക് വരാൻ പാടില്ല. ഈ വൈറ്റ് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരണം 2 സൈഡിൽ. അങ്ങനെ ബ്ലാക്ക് വരുമ്പോൾ നമുക്കത് ഹൈബ്രിഡ് ഇതിലേക്ക് പോവാം. അപ്പോൾ ഹൈബ്രിഡ് ആയി കഴിഞ്ഞാൽ അതിന് മാർക്കറ്റ് കുറയും, വില കുറയും. നമ്മുടെ ഒരു ജീനിന്റെ പ്രോബ്ലം തന്നെ അങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് വെറൈറ്റീനും ഫിഷർ വെറൈറ്റീനും ഒരുമിച്ച് ബ്രീഡ് ചെയ്യുമ്പോൾ കുട്ടികൾ അങ്ങനെ മാർക്കിംഗ് ഇല്ലാത്ത കുട്ടികൾ ഇറങ്ങും. അങ്ങനെ വരും. അപ്പോൾ നമ്മളെപ്പോഴും നല്ല മാർക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഈ ഫേസ് മൊത്തം നല്ല പേപ്പർ വൈറ്റ് ആയിരിക്കും. നല്ല വൈറ്റ് കളറായിരിക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ലൈൻ ചെയ്ത പോലെ ഇങ്ങോട്ട് ഈ ഡേർട്ടി കളറും വരും. പറഞ്ഞോളൂ. ഏതാണ്? ഇത് ടർക്കോയിസ് ആണ്. പാർ ബ്ലൂവിൽ തന്നെ ഇനോ. അതിൻ്റെ കണ്ണ് റെഡ് ഐ ആണ്. ലുട്നോ ഫിഷറൊക്കെ നമ്മൾ കണ്ടില്ലേ താഴെ നേരത്തെ, അതിൻ്റെ തന്നെ പാർ ബ്ലൂവിൽ വരുന്ന റെഡ് ഐ ബേർഡാണ്. ഇങ്ങനെ ടർക്കോയിസ് ഇനോ എന്ന് പറയും. ഓറഞ്ച് കളർ തലയിലുണ്ടാവും. റെഡ് ഒരു ഓറഞ്ചും റെഡും കൂടിയായിട്ടുള്ള കളറ് അതിൻ്റെ തലയിലുണ്ടാവും. അടുത്തത് നമ്മൾ നേരത്തെ വയലറ്റ് പൈഡിനെ കണ്ടില്ലേ? ഇനി ആ വയലറ്റ് പൈഡിൻ്റെ തന്നെ വയലറ്റ് ഡബിൾ ഫാക്ടർ യൂവിങ് എന്ന് പറയും ഈ ബേർഡിനെ. ഫിഷർ വെറൈറ്റിയിൽ തന്നെയുള്ള ബേർഡാണ് ഇത്. വയലറ്റ് ഡബിൾ ഫാക്ടർ ആണ്. ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു കളറിലെ ഇതിനാണ് നമ്മൾ യൂവിങ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ യൂവിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. നോർമൽ ബേർഡിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, ഈ കളർ ഉണ്ടാവില്ല. ഇത് ഫിഷറിൽ വയലറ്റ് ഫിഷറാണ്. ഇത് യൂവിങ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് വയലറ്റ് യൂവിങ് ഫിഷർ എന്ന് പറയും. ഇത് ഡബിൾ ഫാക്ടർ ആയതുകൊണ്ട് കോസ്റ്റ്ലി ആയതാണോ? അതെ. ഇതൊരു 10,000 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. 10 to 15 വരെ വരുന്നുണ്ട് വയലറ്റ് ഡബിൾ ഫാക്ടർ ആയതുകൊണ്ട്. ഓരോ ഇതിനനുസരിച്ച്. ഇത് നമ്മളിപ്പോൾ ഫിഷർ വെറൈറ്റിയിൽ തന്നെയുള്ള സാബിൾ എന്ന് പറയുന്ന ഒരു ബേർഡാണ്. നമ്മൾ ഈ കണ്ട ഒപ്ലൈനിൻ്റെ പോലെ തന്നെ ഉള്ള ബേർഡാണ്. എല്ലാവർക്കും ഒരു സംശയമാണ്, ഈ ഒപ്ലൈനിൻ്റെ ഹെഡ് ഫുൾ വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ സാബിളിനും ഒപ്ലൈനും തിരിച്ചറിയാനായിട്ട് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംശയം ചോദിക്കാറുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ഹെഡ് വന്നിട്ട് ഫിഷർ ഒപ്ലൈൻ്റെ പോലെ തന്നെ വൈറ്റ് ഹെഡായിരിക്കും. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈം ഫെദറിൻ്റെ ഉള്ളിലുള്ള ഈ വശത്ത് ഈ ഒരു കളർ വരുമ്പോൾ അതിന് സാബിൾ എന്നാണ് പറയാം. ഇവിടെ ഒരു ഡാർക്ക് കളറാണ്. ഇതിലൊരു ഡാർക്ക് വരുന്ന കാരണം കൊണ്ട് ഇത് സാബിളാണ്. അതുപോലെ തന്നെ ഈ ഒപ്ലൈനെ നമുക്ക് പിന്നെ തിരിച്ചറിയാനുള്ളത് ഈ ഫ്ലൈം ഫെദറിലെ ഓരോ സിംഗിൾ ഫെദറും നമുക്ക് ഒപ്ലൈൻ്റെ തിരിച്ചറിയാൻ പറ്റും. ഓരോ സിംഗിൾ ഫെദറും നമുക്ക് കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നമുക്ക് 2 പേരിനും കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ അറിയില്ല. പക്ഷേ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഈ റമ്പ് വശത്തെ കളറാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. ശരിക്കും വില കൂടുതലാണോ? അല്ല, സാബിളിനും ഒപ്ലൈനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് വിലയിൽ. സാബിളിനൊക്കെ ഒരു 7,000 ഒക്കെ വരുള്ളൂ സിംഗിൾ പീസിന്. അത് വയലറ്റ് ഒപ്ലൈൻ ആകുമ്പോൾ 40,000 45,000 മുകളിലേക്ക് പോകും. വ്യത്യാസമുണ്ട്. ഇത് ഫിഷർ വെറൈറ്റിയിൽ തന്നെയുള്ള മോവോപൈഡാണ്. മോവോപൈഡ് എന്ന് പറയും. മോവോപൈഡ് നല്ല ഭംഗിയുണ്ട്. ഇത് ബ്ലാക്കും വൈറ്റും കലർന്ന് വരുന്ന ഒരു കോമ്പിനേഷനാണ്. അതല്ലേ? ഇത് എത്ര മാസം പ്രായമായി? ഇത് ഇതിൻ്റെ ബ്രീഡിംഗ് പെയറാണ്. ഇത് ഒരു 2 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഇനി ഏതാണ് നമ്മൾ ഫിഷർ വെറൈറ്റിയിൽ? ഇതിൽ ബ്ലൂ സീരീസിലുള്ള മിസ്റ്റി ആണ്. ഇത് മിസ്റ്റി എഡ്ജഡ് ആണ്.
ബ്ലൂ സീരീസ് അല്ലേ? ബ്ലൂ സീരീസിൽ മിസ്റ്റി അടിച്ചതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത ഇത് കുറച്ച് റയർ ബേർഡാണ്. ഇപ്പോൾ ആയി വരുന്നുള്ളൂ ആൾക്കാരുടെ കയ്യിലൊക്കെ. അതെ. ഇത് അത്ര റേഞ്ച് ഒന്നും വരുന്നില്ല, ഓഫ്ലൈൻ്റെ റേഞ്ച് ഒന്നും വരുന്നില്ല. നോർമൽ ഫിഷർ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റ് വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൈറ്റിൽ ഈ കളറ് നമ്മൾ ഫ്ലാഷ് ചെയ്യുമ്പോൾ ഇത് ഒരു സിൽക്കി പോലെ ഇങ്ങനെ തിളങ്ങും. അപ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ ഇത് എഡ്ജഡ്, ഈ ഒരു കളർ ഇങ്ങനെ വരുന്നതിന് എഡ്ജഡ് എന്നാണ് പറയാ, ഇങ്ങനെ കളർ വരുമ്പോൾ. ഇത് പാർ ബ്ലൂവിൽ തന്നെയുള്ള അക്വ പാർ ബ്ലൂ എന്നാണ് പറയാ. ഇതും നല്ലൊരു ബേർഡാണ്. അത്യാവശ്യം ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ബേർഡാണ്. ഇങ്ങനത്തെ കളറിനെ പ്രത്യേകിച്ച് ചോദിച്ചു വരാറുണ്ട്. ഇത് ഇപ്പോൾ ഏകദേശം നിലവിലൊരു പീസിന് 10,000 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ഇത് ഈ പാർ ബ്ലൂ ആണ്. പിന്നെ ഈ കളർ കോമ്പിനേഷനാണ് ഇതിന് പ്രത്യേകത. ഫിഷറിൽ തന്നെ പാർ ബ്ലൂ. ഇത് വന്നിട്ട് ഒലീവില് പാർ ബ്ലൂ പൈഡാണിത്. ഒലീവ് പാർ ബ്ലൂ പൈഡ് എന്ന് പറയും. ഒലീവ് പാർ ബ്ലൂ പൈഡ്. നല്ല സൈസുള്ള പൈഡാണ്. ഇതൊരു 15,000 ഒക്കെ വരും സിംഗിൾ പീസിന്. ഇതൊക്കെ ഒരു മോഹവിലയാണ്. പിന്നെ ഇത് 10,000 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. ഇതൊക്കെ പിന്നെ ഒരു മോഹവിലയാണ്. ഇതിന്റെ കളറും ഭംഗിയനുസരിച്ച് നല്ല സൈസും ഉണ്ട്. ഇത് ഗ്രീൻ ഫിഷറാണ്, വൈൽഡ് ഗ്രീൻ ഫിഷർ എന്ന് പറയും. ഇതിൽ തന്നെ പലതരം വെറൈറ്റികളുണ്ട്. സൈസ് കുറഞ്ഞവരുണ്ട്, നല്ല സൈസുള്ളത്. ഇപ്പം എൻ്റെ കയ്യിലെ ഇത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സൈസുള്ള ഗ്രീൻ ഫിഷറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ് ശ്രദ്ധിക്കുക. ഇവിടെയും വരെയുള്ള ഇതാണ് ഇതിൻ്റെ മാർക്കിങ്. ഇവിടെയും വരെ ഈ റെഡും ഓറഞ്ചും കളറുന്ന കളറും ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റ് ലൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് ഈ ഡേർട്ടി കളറും വരുന്നുണ്ട്. പിന്നെ ഈ ഫേസിൽ വന്നിട്ട് വേറെ കളറുകളൊന്നും പാടില്ല, ബ്ലാക്ക് കയറാൻ പാടില്ല. ഈ കറക്റ്റ് ലൈൻ ഈ മാർക്കിങ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവരുടെ ഈ ഫെസ്റ്റേഴ്സും വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രീനും ഈ ഫ്ലൈങ് ഫെദർ വന്നിട്ട് ഡാർക്ക് ഗ്രീൻ ആയിരിക്കും. പിന്നെ ഇവിടെ ഈ പർപ്പിൾ കളർ വരും. ഇങ്ങനത്തെ ഈ വയലറ്റും നോർമൽ ഫിഷറിന്. ഓഫ്ലൈൻ ആകുമ്പോൾ ഈ കളർ ഉണ്ടാവില്ല, ഇതേ കളർ തന്നെ താഴ്ച. പിന്നെ ഹെഡ് ഫുള്ള് റെഡായിരിക്കും. ഇനി പറയാൻ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ വളർത്തുന്ന കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചു വരുന്ന ഒരു സംശയമാണ്. അത് നമ്മളിപ്പോൾ ഷെയർ ചെയ്യാം. അതായത് ഒരു നോർമലായിട്ടുള്ളൊരു ഫിഷറും അതേപോലെ തന്നെ ഒരു ബ്ലൂ സ്പ്ലിറ്റ് ഫിഷറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു തരാം. അതായത് നോർമൽ ഫിഷറിൻ്റെ ഫ്ലൈങ് ഫെദർ നമ്മളിങ്ങനെ വിടർത്തി നോക്കുമ്പോൾ ഇതിൽ ഗ്രീൻ ആയിട്ടുള്ള കളറായിരിക്കും ഉണ്ടാവുക, ലൈറ്റ് ഗ്രീൻ ആയിരിക്കും ഉണ്ടാവുക. ഇതിനെ നമ്മൾ നോർമലായിട്ടുള്ള ഫിഷർ എന്നാണ് പറയുക. ഇനി ഇതിൻ്റെ തന്നെ സ്പ്ലിറ്റ് ബ്ലൂ ആകുമ്പോൾ ഈ കളറിന് പകരം ഇത് ലൈറ്റ് വയലറ്റ് വരും. അത് കാണിച്ചു തരാം. ഇത് ഒരുപാട് ആളുകൾ ഇങ്ങനെ സംശയം പറയാറുണ്ട് അല്ലേ? ഇനി നമ്മളൊരു സ്പ്ലിറ്റ് ബ്ലൂവിനെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സ്പ്ലിറ്റ് ബ്ലൂ നേരത്തെ കണ്ട ബേർഡിനേക്കാളും ഡാർക്ക് ഗ്രീൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലൈങ് ഫെദർ നമ്മൾ ഇങ്ങനെ പിടിച്ച് തുറന്നു നോക്കുമ്പോൾ ഇതിലൊരു വയലറ്റ് ഷെയ്ഡ്. നേരത്തെ നമ്മൾ ഗ്രീനാണ് കണ്ടത്, ഇവിടെ ലൈറ്റ് വയലറ്റ് ആണ്. അത് നമ്മൾ സൺലൈറ്റിൽ നോക്കാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബ്ലൂ സീരീസ് ഫിഷറാണ്. അതായത് ഇതൊരു വിഷ്വലി ഗ്രീൻ ബേർഡ് ആണെങ്കിലും ഇത് ബ്ലൂ സീരീസ് ആണ്. ഈ ബേർഡിനെ നമ്മൾ ഈ ഒരു ബ്ലൂ ബേർഡായിട്ട് പെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുട്ടികളൊക്കെ ബ്ലൂ സീരീസ് കുട്ടികളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള കുട്ടികൾ ഇറങ്ങി കിട്ടും. ഇതേ കളറിലുള്ള ഇനി നോർമൽ ഗ്രീൻ ആയിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ബ്ലൂ ഇറങ്ങും. അതെയാ? നോർമൽ ഗ്രീൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബേർഡ് കിട്ടും, സ്പ്ലിറ്റ് ബ്ലൂ കിട്ടും. സ്പ്ലിറ്റ് ബ്ലൂവിനെ ഇതേപോലെയുള്ള ബ്ലൂ ബേർഡായിട്ട് പെയർ ചെയ്യുമ്പോൾ നമുക്കെല്ലാം വയലറ്റ്, ബ്ലൂ, കൊബാൾട്ട് അങ്ങനെയുള്ള കളറുകൾ ഇറങ്ങി കിട്ടും. ഇത് ലുട്ടിനോ ഫിഷർ എന്ന് പറയും. യെല്ലോ വന്നിട്ട് യെല്ലോ ബോഡി, പിന്നെ ഹെഡ് വന്നിട്ട് റെഡ് ഹെഡായിരിക്കും, കണ്ണ് റെഡ് ഐ ആയിരിക്കും.
കണ്ണ് റെഡ് ഐ ആയിരിക്കും. പിന്നെ ഫ്ലൈങ് ഫെദറൊക്കെ നമുക്ക് യെല്ലോ, നല്ല യെല്ലോ ആണ്. ഇത് കോസ്റ്റ്ലി ബേർഡാണോ? ഇത് കോസ്റ്റ്ലി ബേർഡല്ല, സിംഗിൾ പീസ് 5000 വരുന്നുള്ളൂ. ഇത് ആൽബിനോ ഫിഷറാണ്. ഇതൊരു 3 മാസം പ്രായമുള്ള കുട്ടിയാണ്. ഇത് ഫുൾ വൈറ്റ് വരും, പിന്നെ കണ്ണ് റെഡ് ഐ ആയിരിക്കും. ഇത് ഫിഷർ വെറൈറ്റിയിലുള്ള ഫിഷർ പൈഡ് എന്ന് പറയും. നല്ല ഭംഗിയുള്ള ബേർഡാണ്. അതായത് യെല്ലോയില് ലൈറ്റ് ഗ്രീൻ ഡോട്ട് വന്നിട്ട് റെഡ് ഹെഡിൽ വരും. അങ്ങനെ ഫിഷർ പൈഡ്. കോസ്റ്റ്ലി ബേർഡാണോ? ഇതൊരു സിംഗിൾ പീസിനൊരു 4000, 5000. ഇത് നയാസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫിഷറുകളേക്കാളും മാസ്കിനും പീച്ചിനേക്കാളൊക്കെ ചെറിയൊരു ബേർഡാണ്. ഇത് ഫിഷറല്ല അല്ലേ? ഇത് ഫിഷറല്ല, ഇത് നയാസ എന്ന് പറഞ്ഞിട്ടുള്ള ബേർഡാണ്. ചെറുപ്പം അല്ല, ഇതിനൊരു 2 വയസ്സ് വരെ പ്രായമുണ്ട്. ഇത് ബ്രീഡിംഗ് പെയറാണ്. പക്ഷേ മറ്റുള്ള ബേർഡുകളെ അപേക്ഷിച്ച് ചെറിയ ബേർഡാണ്. ബീക്സ് ഒക്കെ കുഞ്ഞ് ബീക്സ് ആണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ മാർക്കിംഗ് എന്ന് വെച്ചാൽ ഈ ഹെഡ് മാർക്കിംഗ് ആണ് ഇവരുടെ. ഇത് ഒരു എന്താ പറയുക, ഓറഞ്ചും റെഡും കൂടി കലർന്ന കളറാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാർക്കിംഗ്, എടുത്ത് പറയേണ്ട മാർക്കിംഗ്, ഇവരുടെ ഈ ഇവിടെ നിന്ന് വരുന്ന കളർ ഉണ്ടല്ലോ, ഒരു നന്നായിട്ട് അത് കൊത്തുന്നുണ്ട് തന്നെ. ഇവിടെ നിന്ന് വരുന്ന ഇതേ കളർ തന്നെയായിരിക്കും ഇതിൻ്റെ റമ്പിലും വരാം. വേറെ പർപ്പിൾ കളറോ അങ്ങനത്തെ ഫിഷറിൻ്റെ രീതിയിലുള്ള ഒരു കളറുകളോ ഒന്നും ഉണ്ടാവില്ല ഇവിടെ. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളത്. ഇത് ഒരു 10,000. അത് പൈഡ് ആയതുകൊണ്ട് 10,000 വരുന്നത് സിംഗിൾ പീസിന് അല്ലേ? ഇനി നമ്മൾ എന്താ കാണിക്കാൻ പോണേ? ഇനി നമുക്ക് കുറച്ച് മാസ്ക് വെറൈറ്റികളെ പരിചയപ്പെടാം. ഫിഷർ കഴിഞ്ഞു. ഫിഷറുകള് നമ്മൾ കുറച്ച് പരിചയപ്പെട്ടു. ഇനി മാസ്ക് വെറൈറ്റികളെ പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് ആദ്യം ഏതാണ് നമ്മൾ പരിചയം? ആദ്യം മാസ്ക് വെറൈറ്റിയിൽ വയലറ്റ് മാസ്ക് ഉണ്ട്. ആയിക്കോട്ടെ, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരും. ഇത് വയലറ്റ് മാസ്ക് ആണ്. വയലറ്റ് മാസ്ക് അല്ലേ? ഇത് ഫിഷറും മാസ്കിനും മാസ്കിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഫുള്ളായിട്ട് ബ്ലാക്ക് ആയിരിക്കും. അതാണ് ഇവിടെ എല്ലാ മാസ്കുകളെയും മാസ്ക് ഉദ്ദേശിക്കുന്നത് തന്നെ ആണല്ലോ, ഫുൾ ബ്ലാക്ക് ആയിരിക്കും മാസ്ക് വെറൈറ്റികളിൽ. ഇത് വൈൽഡ് മാസ്ക് എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഹെഡ്, ഈ മാസ്ക് വെറൈറ്റികൾക്കൊക്കെ നോർമലി ഹെഡ് ബ്ലാക്ക് ആയിരിക്കും. പിന്നെ ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് പ്യൂറായിട്ട് യെല്ലോ വരണം, നല്ല ഡാർക്കായിട്ടുള്ള യെല്ലോ വരണം. ഇവിടെ വേറെ ഓറഞ്ചോ റെഡോ കളറോ കയറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കിങ് കുറവാണെന്നാണ് അർത്ഥം. വിലയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ബേർഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000 തൊട്ട് മുകളിലേക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് പീസ് റേറ്റ്. ഇതിലിവിടെ ഓറഞ്ചോ റെഡോ ഒക്കെ കയറി വന്നു കഴിഞ്ഞാൽ അതിന് സിംഗിൾ പീസിന് 2,000, അത്രയും വ്യത്യാസം വരും. ഇത് മാവോ മാസ്ക് എന്ന് പറയും. ഇത് ഫുള്ള് ബ്ലാക്ക് കളറായിരിക്കും. പിന്നെ വൈറ്റ്, ചെസ്റ്റിൽ വൈറ്റ് ആയിരിക്കും. ഇവിടെ ഒരു ലൈറ്റ് ബ്ലാക്ക് കളറായിരിക്കും. ഈ ഭാഗം വന്നിട്ട് ഡാർക്ക് ബ്ലാക്ക് ആയിരിക്കും. ഇതൊരു 1 വയസ്സൊക്കെ പ്രായമുള്ള ബേർഡാണ്. ഇത് പാർ ബ്ലൂവിൽ വരുന്ന മാസ്കാണ്. ഇതിൻ്റെ വന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർ ബ്ലൂ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് യെല്ലോ വരും. മറ്റുള്ള നോർമൽ ബേർഡുകൾക്കൊക്കെ വൈറ്റ് അല്ലെങ്കിൽ ഗ്രീനിൽ വരുമ്പോൾ യെല്ലോ വരും. ഗ്രീനിൽ വരുമ്പോൾ അത് വൈൽഡ് മാസ്ക് ആയിരിക്കും. പാർ ബ്ലൂവിൽ യെല്ലോ വരുമ്പോൾ പാർ ബ്ലൂ. ഈ കളറിലൊക്കെ യെല്ലോ വരുമ്പോൾ അതിനെ പാർ ബ്ലൂ എന്ന് പറയാം നമ്മൾ. ഇത് മാവുമാണ്. ഇത് മാസ്ക് വെറൈറ്റിയിൽ തന്നെ പൈഡാണ്. ഇത് കൊബാൾട്ട് പൈഡ് എന്ന് പറയും. മാത്രമല്ല ഇതിന് വൈറ്റ് കോളർ ഉള്ള ഒരു ബേർഡാണ്. വൈറ്റ് കോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് വെറൈറ്റിയുള്ള അതിൻ്റെ മാർക്കിങ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഈ കോളർ വശം ഇങ്ങനെ വൈറ്റ് വരണം. അവിടെ വേറെ ഈ ഡാർക്ക് കളർ തന്നെ ഇറങ്ങി വരാൻ പാടില്ല. കോളർ ക്ലിയർ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല, ആള് കുറച്ച് ഇതാണ്. അപ്പോൾ ഇത് പൈഡാണ്. പിന്നെ പൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഇവിടെ ഈ ബ്ലൂ കളറിൽ, ഈ കൊബാൾട്ട് കളറിൽ വൈറ്റ് ഇടയ്ക്ക് എങ്ങനെ കയറി വന്നിട്ടുണ്ടല്ലോ, വൈറ്റ് പുള്ളികൾ വന്നിട്ടില്ലേ, ഈ വൈറ്റ് ഡോട്ടുകൾ വന്നിട്ടുള്ള കാരണം കൊണ്ടാണ് ഏത് ബേർഡ്സിലും ഒരു വൈറ്റ് ഡോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ഇങ്ങനെ ഡോട്ടുകൾ ഇങ്ങനെ വരാൻ വെച്ച് കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ പൈഡ് എന്ന് പറയുന്നത്. അതല്ലേ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പീച്ച് വേസ് ആണ്. പീച്ച് വേസിൽ മാസ്ക് കഴിഞ്ഞു. ഇനി നമ്മൾ പീച്ച് വേസ് ആണ് പരിചയപ്പെടുന്നത്. പീച്ച് വേസിൽ ഇത് ഓഫ്ലൈൻ ആണ്, റെഡ് ഓഫ്ലൈൻ എന്നാണ് ഇതിന് പറയുക. ഈ ഹെഡ് ഫുള്ള് റെഡും
അതിൻ്റെ ഈ ടൈലിൽ വന്നിട്ട് റെഡ് ഇതുകളുണ്ടാവും. അങ്ങനെയാണ് റെഡ് ഹെഡ് ഓപ്ലൈൻ എന്ന് പറയുന്നത്. ഇത് പീച്ച് വൈസിൽ തന്നെ ഗ്രീൻ ഓപ്ലൈൻ ആണ്. ഗ്രീൻ ഓപ്ലൈൻ റെഡ് ഹെഡ് ടൈൽ ഇതുപോലെ തന്നെ. ഇവിടെ വേറെ പ്രത്യേകിച്ച് കളറുകളൊന്നും ഉണ്ടാവില്ല. ടൈലിൻ്റെ ഈ ഭാഗത്ത് റെഡ് വരും. ഇനി ഈ പീച്ച് വേസിൽ ഒരു പൈഡിനെ നമുക്ക് പരിചയപ്പെടാം. ഇത് വയലറ്റ് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, യെല്ലോ കളറുണ്ട്, യെല്ലോ കളറുണ്ട്, ബ്ലാക്ക് കളറുണ്ട്. ഇതിൽ 5 കളർ വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ സാധാരണ ഇതിന് ക്യാഷ് കൂടുതലാണ്. ഇതിന് കുറച്ച് കൂടുതലാണ്. ഞാൻ ഇതിനെ മേടിച്ച ബേഡാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഇപ്പോൾ ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്ന ബേഡാണ്. ഇത് മെയിൽ ബേഡാണ്. ഇത് ലാവൻഡർ പീച്ച് എന്ന് പറയും. ഇതിൻ്റെ ഈ കളറിൻ്റെ പ്രത്യേകത ഇങ്ങനത്തെ ഒരു ലൈറ്റിഷ് കളറാണ്. ആണ് ലാവൻഡർ പീച്ച്. കുട്ടികളൊക്കെ ഇവര് നല്ല രീതിയിൽ കുട്ടികളെ നന്നായി നോക്കും. 5-6 കുട്ടികളൊക്കെ നന്നായി നോക്കും. ഇത് പീച്ച് ഫേസിലെ പാലിഡ് എന്ന് പറയും. ഇത് നല്ല കളർഫുൾ ആയിട്ടുള്ള ബേഡാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ബേഡാണ്. പിന്നെ ഇതിനധികം വിലയൊന്നുമില്ല. സിംഗിൾ പീസിന് 2500, 3000 ആ റേഞ്ച്. വില കുറവാണ്. പക്ഷേ കളർ നല്ല ഡാർക്ക് റെഡും, പിന്നെ ഇതിൻ്റെ ഈ റംബിലത്തെ ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ കളറ്, പിന്നെ ഇവിടെ വൈറ്റ് വന്നു കഴിഞ്ഞാൽ ലുട്ടിനോ എന്ന് പറയാം അതിനെ. ഈ സംഭവം വൈറ്റ് ആയി കഴിഞ്ഞാൽ ലുട്ടിനോ. ഇത് ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. പിന്നെ ഈ കളറുകൾ ഇതിനാണ് പാലിഡ് എന്ന് പറയാം. ലുട്ടിനോ, പീച്ച് വൈസിൽ പാലിഡ്. ഇത് ബ്ലൂ പീച്ചാണ്. നല്ല ഭംഗിയുള്ള കളറാണ്. നല്ല സൈസും ഉണ്ട്, നല്ല സൈസും ഉണ്ട്. ഇതിന്റെ മാർക്കിംഗ് ഒക്കെ ഈ ഇവിടുന്ന് ഈ വൈറ്റ് ലൈൻ വരുന്നതാണ് അതിന്റെ മാർക്കിങ് നമ്മൾ പറഞ്ഞത്. പിന്നെ സൈസും ഇതിനധികം വിലയില്ല. ഇതിന് 1 വയസ്സ് പ്രായമുള്ളൂ. ഇത് ഒലിവ് പീസ് എന്ന് പറയും. ഓപ്ലൈൻ ആണ്, ഒലിവ് ഓപ്ലൈൻ. ഇത് ഒലിവ് കളറാണ്. ഇത് ഓറഞ്ച്. അപ്പോൾ നമ്മൾ ഒലിവ് ഓറഞ്ച് ഓപ്ലൈൻ എന്ന് പറയും. ഒലിവ് ഓറഞ്ച് ഓപ്ലൈൻ. ഹെഡ് ഫുള്ള് ഓറഞ്ച്. പിന്നെ അതിൻ്റെ ഇത് വേണ്ട ഓറഞ്ച് വരും. ഇത് ഓപ്ലൈൻ എന്നാണ് പറയുക. ഇത് വന്നിട്ട് ആൽബിനോ പീച്ച് എന്ന് പറയും. ഇത് ഫുൾ വൈറ്റ് ആയിരിക്കും. ഇതിൻ്റെ ഐ റെഡ് ഐ ആയിരിക്കും. ഫുൾ വൈറ്റ് ആയിരിക്കും. നല്ല പ്രതിരോധ ശേഷിയുള്ള ബേഡാണ്. ഏത് ബേഡായാലും നമ്മൾ അതിനെ ഇത് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ബേഡ്സുകളുടെ പ്രതിരോധ ശക്തിയൊക്കെ. പാത്രങ്ങൾ സാധാരണ നമ്മൾ ചെല്ലുമ്പോൾ ഇത്രയും ബേഡ്സുകൾ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഡ്രിങ്കറാണ് യൂസ് ചെയ്യുക. അതെ, ഇതെല്ലാം സിംഗിൾ ആയിട്ടുള്ള ഓരോ ഞാനൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ സിംഗിൾ ആയിട്ടുള്ള പാത്രങ്ങൾ. ഇപ്പൊ രാവിലെ വെച്ച വെള്ളമാണ്. ഇതുവരെ അത് ഒരു കുഴപ്പമില്ല, നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് പണി കൂടുതലാണ്. പക്ഷേ നമുക്ക് ബേഡ്സിന് എപ്പോഴും ഫ്രഷ് വാട്ടർ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഹെൽത്തിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം വരുന്നുണ്ട്. മറ്റേതാകുമ്പോൾ ഡ്രിങ്കർ ആകുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിലുള്ള ജസ്റ്റ് ചിന്തിച്ചാൽ നമുക്കറിയാം. ഒരു വെള്ളം ഒരു 4-5 ദിവസം ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള വെള്ളം കേടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് നമ്മൾ ഡെയിലി വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേഡ്സിന് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള വെള്ളം കിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ രാജേഷ് ചേട്ടൻ്റെ ഈ ലവ് ബേഡ്സിൻ്റെ, ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ വലിയൊരു ശേഖരം കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നോക്കൂ എന്തോരം ക്വാളിറ്റിയാണ്. നമ്മളൊരു സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മനസ്സറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അതിന് 100% വിജയമാണെന്ന് തെളിയിക്കുന്ന ഏറ്റവും നല്ല ഫാമാണ് രാജേഷ് ചേട്ടൻ്റെ. അതിന് ഞാൻ എടുത്തു പറയേണ്ടതുണ്ട്, നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് നോക്കണം. കാരണം ഒരു ഫാം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വൃത്തിയാണ്. അതിവിടെ 100% കറക്റ്റാണ്. പിന്നെ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ഇങ്ങനെ ആ വെള്ളമൊക്കെ വെച്ച് നോക്കും. പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട് ഡ്രോപ്പറായിട്ട് വന്നിട്ട് പക്ഷികൾ കുടിച്ചു പോകുന്നു. കാരണം വെച്ചാൽ നമ്മുടെ വർക്ക് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ്. പക്ഷേ നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും ശരി, അതിലൊരു വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുന്ന ഒരു കാര്യത്തിന് അതിൻ്റെ ഒരു 100% റിസൾട്ട് നമുക്ക് കിട്ടും.
അതുതന്നെയാണ് നമ്മൾ രാജേഷേട്ടൻ്റെ ഈ ഫാമിൽ വന്നപ്പോൾ കണ്ടത്. സത്യത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിൽ തന്നെ വലിയൊരു സന്തോഷമുണ്ട്. കാരണം പക്ഷികളുടെ വലിയൊരു ശേഖരം, അതുമാത്രമല്ല അതിൻ്റെ ഒരു ഭംഗി, അതോടൊപ്പം നല്ലൊരു മനസ്സിനുടമയായ രാജേഷേട്ടൻ ഇത് എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത മാർഗം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവുക. നമ്മളുടെ മറ്റ് വീഡിയോകൾ ഏറ്റെടുത്ത പോലെ തന്നെ രാജേഷേട്ടൻ്റെ വീഡിയോയും ഇരുവരും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുക. ലോകമൊട്ടാകെ അറിയട്ടെ ഇതുപോലെയുള്ള ബ്രീഡേഴ്സിനെയും ഇതുപോലെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെയും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ തന്നെ എല്ലാ സപ്പോർട്ടോടും കൂടി